ഇപ്പോൾ പാർലമെന്റ് കവാടത്തിൽ വീണ്ടും പ്രതിഷേധം നടക്കുകയാണ്. CJPയുടെ പ്രതിഷേധം നടക്കുകയാണ്. വിദ്യാഭ്യാസ മന്ത്രി പാർലമെന്റ് കവാടത്തിൽ MP-മാരുടെ പ്രതിഷേധം നടക്കുകയാണ്. ഡിസ്മിസ് പ്രധാൻ എന്ന് എഴുതിയ അതും ഒരു കറുത്ത ബാനർ പിടിച്ചുകൊണ്ടാണ് MP-മാരുടെ പ്രതിഷേധം നടക്കുന്നത്. അതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. പ്രധാന്റെ രാജിയിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് പ്രതിപക്ഷം വ്യക്തമാക്കിയിരുന്നു. धर्मेंद्र प्रधान को बर्खास्त करो, तभी तो आगे बात करो। धर्मेंद्र प्रधान को बर्खास्त करो, तभी तो आगे बात करो। ठीक है, आपका छाता ज्यादा आ रहा है। न्याय दो, और बच्चों को न्याय दो, न्याय दो, न्याय दो। धर्मेंद्र प्रधान इस्तीफा दो, इस्तीफा दो। കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതിന് സമാനമായ പ്രതിഷേധം തന്നെയാണ് നമ്മൾ പാർലമെന്റ് കവാടത്തിന് മുന്നിൽ കാണുന്നത്. കറുത്ത ബാനർ പിടിച്ചുകൊണ്ടാണ് ഡിസ്മിസ് പ്രധാൻ എന്നെഴുതിയ ബാനർ ഉയർത്തിക്കൊണ്ടാണ് പ്രതിപക്ഷം ഈ വലിയ പ്രതിഷേധം നടത്തുന്നത്. നമുക്ക് കേരളത്തിൽ നിന്നുള്ള MP-മാരെ അടക്കം ആ ദൃശ്യങ്ങളിൽ കാണുകയും ചെയ്യാം. ഇന്നും പാർലമെന്റിൽ ഈ വിഷയം ഉയർത്തി പ്രതിഷേധിക്കാൻ തന്നെയാണ് പ്രതിപക്ഷ തീരുമാനം. അതിന് മുന്നോടിയായിട്ടാണ് ഇന്നലെ അതിനാടകീയമായ സാഹചര്യങ്ങളാണ് ഉണ്ടായത്. ഇന്നലെ NDAയുടെ MP-മാർ കൂടി പാർലമെന്റ് കവാടത്തിലേക്ക് വരികയും ഇരുപുറത്തു നിന്ന് മുദ്രാവാക്യം വിളിക്കുകയും വെല്ലുവിളിക്കുകയും ചെയ്യുന്ന ദൃശ്യങ്ങളടക്കം കണ്ടിരുന്നു. ഇന്നിപ്പോൾ വീണ്ടും വലിയ പ്രതിഷേധമുണ്ടാവുകയാണ്. ഡിസ്മിസ് പ്രധാൻ എന്നെഴുതിയ ബാനർ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് പാർലമെന്റ് കവാടത്തിൽ MP-മാർ പ്രതിഷേധിക്കുന്നത്. നോബിൾ മാരിക്കാരൻ വിവരങ്ങളുമായി ചേരുകയാണ്. നോബിൾ, പാർലമെന്റിൽ നടക്കാനിരിക്കുന്നത് എന്ത് എന്നതിന്റെ പ്രഖ്യാപനം കൂടിയാണ് പാർലമെന്റ് കവാടത്തിൽ തന്നെ തുടങ്ങുന്ന ഈ പ്രതിഷേധം. മാധു, അങ്ങനെ തന്നെയാണ്. ഡിസ്മിസ് പ്രധാൻ, അതായത് ധർമ്മേന്ദ്ര പ്രധാനെ പുറത്താക്കൂ എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രതിപക്ഷ MP-മാർ ഇപ്പോൾ പാർലമെന്റ് കവാടത്തിൽ പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലുള്ള MP-മാർ അടക്കം ഈ പ്രതിഷേധത്തിന്റെ ഭാഗമാകുന്നുണ്ട്. ഇതിനുശേഷം പാർലമെന്റ് അകത്ത് സമാനമായി തന്നെ ഈ പ്രതിഷേധം ഉയർത്താൻ തന്നെയാണ് പ്രതിപക്ഷ പാർട്ടികളുടെ തീരുമാനം എന്ന് പറയുന്നത്. ഇന്നലെ ഗാന്ധിസ്മൃതിയിലേക്ക് യാത്ര നടത്തിയ ആ പ്രതിപക്ഷ സംഘം അതേ ആവേശത്തോടെ ഈ വിഷയം ഉയർത്തിക്കൊണ്ട് ഇന്നും പ്രതിഷേധ രംഗത്ത് സജീവമാണ് എന്നാണ് ഈ പ്രതിഷേധം കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ തന്നെ MP-മാരുടെ ഭാഗത്ത് നിന്ന് അടിയന്തര പ്രമേയ നോട്ടീസുകൾ ഈ വിഷയത്തിൽ നൽകിയിരുന്നു. ലോക്സഭയിലും രാജ്യസഭയിലും വിഷയം ചർച്ച ചെയ്യണം. പക്ഷേ ചർച്ചയ്ക്ക് മുമ്പ് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം എന്നാണ് ഇവരുടെ ഒരു പ്രധാനപ്പെട്ട ആവശ്യം. ആ ആവശ്യം ഇതുവരെ അംഗീകരിക്കപ്പെടാത്തതാണ് ഇപ്പോൾ ഈ പ്രതിഷേധം ശക്തമാകാനുള്ള സാധ്യതയും സാഹചര്യവും എന്നാണ് നമുക്ക് വിവരമുള്ളത്. രാവിലെ കൊടിക്കുന്നിൽ സുരേഷ് MP അടക്കമുള്ള ആളുകൾ ഈ പ്രതിഷേധത്തെക്കുറിച്ച് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. എന്താണെങ്കിലും ഇന്ത്യ സഖ്യ പാർട്ടികൾ ശക്തമായ നിലപാടിൽ തന്നെയാണ് ഇന്ന് പാർലമെന്റിലേക്ക് എത്തുന്നത്. ഇന്നലെ ഈ വിഷയത്തിൽ ഉപാധികളോടെ വന്നാൽ ചർച്ച നടക്കില്ല എന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു പ്രതികരിച്ചിരുന്നു. പക്ഷേ എങ്കിൽ പോലും പ്രതിപക്ഷം ഒരു തരത്തിലും വഴങ്ങുന്ന സാഹചര്യം ഉണ്ടായില്ല. ധർമ്മേന്ദ്ര പ്രധാൻ മസ്റ്റ് റിസൈൻ എന്നാണ് ഇന്നലെ മല്ലികാർജ്ജുൻ ഖാർഗെ വ്യക്തമാക്കിയത്. ഇന്നും അതേ നിലപാട് ഇരു സഭകളിലും പ്രതിപക്ഷം ഉയർത്തും എന്നതിന്റെ സൂചനയാണ്. ചർച്ചയാകാമെന്ന് ഭരണപക്ഷം പറയുന്നുണ്ട്. പക്ഷേ ഉപാധികളില്ലാത്ത ചർച്ച വേണമെന്നുള്ളതാണ് കേന്ദ്രത്തിന്റെ ആവശ്യം. രാജിയില്ലാതെ ഒരു ചർച്ചയുമില്ല എന്നുള്ളതാണ് പ്രതിപക്ഷം ആവർത്തിച്ച് വ്യക്തമാക്കുകയും ചെയ്യുന്നത്. ഇന്നും സഭ പ്രക്ഷുബ്ധമായിരിക്കും.